പലപ്പോഴും പ്രതിഭാഗം അഭിഭാഷകർക്ക് ക്രോസ് വിസ്താരമൊക്കെ നടത്തേണ്ടി വരും. പക്ഷേ അത് അതിൻ്റെ സീമകളും കടന്ന് അതിനോട് കൂടിച്ചേർന്നിട്ടാണോ ആ സംവിധാനം ആകെ പ്രവർത്തിച്ചത് എന്നൊരു സംശയമുണ്ട്. അത് അവരുടെ പ്രതികരണത്തിലുണ്ട്. അവർ ബർഖാദത്തിന് നൽകിയ അഭിമുഖത്തിൽ അവർ പറയുന്നുണ്ട് കോടതി മുറിയിൽ നിന്നും ഇറങ്ങി ഓടേണ്ടി വന്ന സാഹചര്യം. അത് നമ്മൾ കാണുന്നുണ്ട്. അതിനുശേഷം പല ഘട്ടങ്ങളിലായി അപ്പുറത്തുനിന്നും വലിയ സ്വാധീനമുണ്ട് എന്ന് തോന്നിക്കുമാറ് ആ രൂപത്തിലുള്ള അഭിഭാഷകരെത്തുന്നു. ആ രൂപത്തിലുള്ള തെളിവുകൾ കൈമാറാതിരിക്കുന്നു. കോടതി തന്നെ പലപ്പോഴും അഭ്യർത്ഥിക്കുന്നു. മൊബൈൽ ഫോണിന്റെ കാര്യത്തിലൊക്കെ അതൊന്ന് തന്നുകൂടെ എന്ന് ഹൈക്കോടതിയിൽ നിന്ന് വരുന്ന വാചകം നമ്മളെ ഞെട്ടിച്ചിട്ടുണ്ട്. നമ്മൾ ആ ദിവസങ്ങളിലൊക്കെ അത് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഫോണുകൾ എങ്ങനെയാണ് കൊടുത്തത്? അതിലെ തെളിവുകൾ നീക്കം ചെയ്തതിന് ശേഷമാണ് അത് കൊടുക്കുന്നത്. അപ്പോൾ അതിനൊക്കെ കഴിയുന്ന രൂപത്തിലേക്ക് സ്വാധീനമുള്ള ഒരു വ്യക്തിയാണെന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? മെമ്മറി കാർഡാണ്. മെമ്മറി കാർഡ് കോടതി സംരക്ഷണയിൽ ഇരിക്കെയാണ് അതിൽ 3 തവണ നിയമവിരുദ്ധമായി ആക്സസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അത് ദിലീപ് അത് കണ്ടു എന്ന് ബാലചന്ദ്രകുമാർ പറയുമ്പോഴാണല്ലോ കേസ് രണ്ടാമത്തെ തലത്തിലേക്ക് നീങ്ങുന്നത്. അതിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് അതിൽ എന്ത് തീരുമാനങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മുടെ മുന്നിലുണ്ടോ? ഇല്ല. അപ്പോൾ ആ അന്വേഷണം പ്രഖ്യാപിക്കുന്നത് ബാലചന്ദ്രകുമാറിന്റെ മൊഴി അതിന് 2 വർഷം മുൻപ് തന്നെ ഈ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറി എന്ന FSL ലാബ് റിപ്പോർട്ട് ഈ പറയുന്ന വിചാരണ കോടതി ജഡ്ജിയുടെ മുന്നിലുണ്ട്. അത് അവരുടെ മുന്നിലുണ്ട്. എന്നിട്ട് ജഡ്ജി ആ കാര്യം അതിജീവിതയോടും പ്രോസിക്യൂഷനോടും അത് അറിയിച്ചു. അതില്ലല്ലോ. അപ്പോൾ അതിൽ എന്താണ് ആ താല്പര്യം എന്നുള്ള സംശയം സ്വാഭാവികമായും ഉയരും. അപ്പോൾ ആ നിലയ്ക്കൊരു കാര്യം അതുമായി ബന്ധപ്പെട്ട് ആരൊക്കെയാണ് അത് കൈകാര്യം ചെയ്തത്? 3 പേരുകൾ ഉയർന്നു വന്നിട്ടുണ്ട്. ആ 3 പേർക്കെതിരെ എന്ത് നടപടി ഉണ്ടായിട്ടുണ്ട്? അതും പൊതുസമൂഹം ചോദിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഉടനീളം ഉണ്ടായിരിക്കുന്ന ഈ വിവേചനം അത് ജനം കാണുന്നത് കൊണ്ടാണ് ആ പിന്തുണ അവിടെ വരുന്നത്.